എല്ലാവർക്കും നമസ്കാരം. ഒരു വ്യക്തിക്ക് നമ്മൾ കുറച്ച് പൈസ കടം കൊടുത്തു. അപ്പോൾ ആ വ്യക്തി അത് തിരിച്ചു തന്നത് പൈസയായിട്ടല്ല, മറിച്ച് ഒരു ചെക്കായിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ ചെക്ക് കൊടുത്ത് നമ്മൾ ഏത് ബാങ്കിലേക്കാണോ ഈ ചെക്ക് തന്നിരിക്കുന്നത് ആ ബാങ്കിൽ പോയി ഈ ചെക്ക് നമ്മൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്തു. പക്ഷേ ചെക്ക് എന്ത് ചെയ്തു? അത് റിട്ടേൺ ചെയ്തു. ബാങ്ക് നമ്മുടെ ചെക്ക് ഇൻസഫിഷ്യൻസി ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് അത് റിട്ടേൺ ചെയ്തു. അതായത് അവരുടെ ആ അക്കൗണ്ടിൽ മതിയായ ബാലൻസ് ഇല്ല, അതുകൊണ്ട് നമുക്ക് പൈസ കിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ചെക്ക് റിട്ടേൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ആൾക്കെതിരെ എങ്ങനെയാണ് ഒരു ലീഗൽ ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അപ്പോൾ അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മളൊരു ലീഗൽ ഡിമാൻഡ് നോട്ടീസ് അയക്കണം. അതിന് മുമ്പ് ഒരു വക്കീലിനെ പോയി കാണണം. എന്നിട്ട് നമ്മൾ ഈ ചെക്ക് റിട്ടേൺ ചെയ്തിട്ടുണ്ടാവുമല്ലോ, ബാങ്ക് നമുക്ക് ചെക്ക് റിട്ടേൺ അതിലൊരു മെമ്മോ കൂടെ തരും. ചെക്ക് റിട്ടേൺ മെമ്മോ എന്ന് പറയും. അപ്പോൾ ആ മെമ്മോയിലെ ഡേറ്റ് വെച്ചിട്ട് വിത്തിൻ 30 days ആണ്. വിത്തിൻ 30 daysനുള്ളിൽ നമുക്ക് നമ്മുടെ വക്കീൽ മുഖാന്തരം ഒരു ലീഗൽ ഡിമാൻഡ് നോട്ടീസ് അയക്കും. അയച്ചതിന് ശേഷം അയക്കുമ്പോൾ നമ്മൾ ആ ലീഗൽ ഡിമാൻഡ് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് തരാനുള്ള പൈസ, അതായത് നമ്മുടെ ചെക്കിൽ പറഞ്ഞിരിക്കുന്ന ക്യാഷ് നമുക്ക് വിത്തിൻ 15 daysനുള്ളിൽ നമുക്ക് തരണം. അങ്ങനെ തന്നില്ല എങ്കിൽ നമ്മൾ അയാൾക്കെതിരെ ലീഗൽ ആക്ഷൻ മൂവ് ചെയ്യാം. പക്ഷേ ആ പറഞ്ഞ ഡേറ്റിനുള്ളിൽ നമുക്ക് നമ്മുടെ പൈസ തിരിച്ച് തന്നു എങ്കിൽ ലീഗൽ ആക്ഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ആ പ്രശ്നം അവിടെ തീർന്നു. മറിച്ച് നമ്മളൊരു ഡേറ്റ് പറഞ്ഞു 15 daysനുള്ളിൽ നമുക്ക് നമ്മുടെ ചെക്ക് എമൗണ്ട് കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ലീഗൽ ഡിമാൻഡ് നോട്ടീസ് അയക്കുന്നത്. അപ്പോൾ ആളത് കൈപ്പറ്റി, പക്ഷെ നമുക്ക് റിപ്ലൈ ഒന്നും തന്നില്ല, നമ്മുടെ പൈസ തിരിച്ച് തന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ 15 days നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത്ര 15 daysനുള്ളിൽ നമുക്ക് പൈസ തരണം. അപ്പോൾ അങ്ങനെ നമുക്കൊരു റിപ്ലൈ അയാൾ തന്നില്ല എങ്കിൽ നെക്സ്റ്റ് ഡേ 16ാമത്തെ ദിവസം നമുക്ക് എന്ത് ചെയ്യാം? കോടതിയിൽ ഒരു കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാം. അതായത് ഈ കോഴ്സ് ഓഫ് ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ 15 days കഴിഞ്ഞ് പിറ്റേ ദിവസമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആൾക്കെതിരെ ലീഗൽ ആക്ഷൻ എടുക്കാം. അപ്പോൾ അതിന് വേണ്ട കാര്യം എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിൽ ഒറിജിനൽ ചെക്ക് ഉണ്ടാവണം, പിന്നെ ബാങ്കിൽ നിന്ന് ഇഷ്യൂ ചെയ്തിരിക്കുന്ന റിട്ടേൺ മെമ്മോ, ചെക്ക് റിട്ടേൺ മെമ്മോ ഉണ്ടായിരിക്കണം, പിന്നെ വേറെ ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വേണം, പിന്നെ ലീഗൽ ഡിമാൻഡ് നോട്ടീസ്, പിന്നെ അതിൻ്റെ കൂടെ അക്നോളജ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത്, പിന്നെ പോസ്റ്റൽ റിസിപ്റ്റ്സ്, ഇതൊക്കെ കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു പെറ്റീഷൻ ഡ്രാഫ്റ്റ് ചെയ്തിട്ട് കോടതിയിൽ സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷമാണ് കോർട്ട് പ്രൊസീഡിങ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്.